നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നിരാശാജനകമായ വാർത്തകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രവർത്തനം നിർത്തിവെക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് മാർക്കസ് മർഹുലാവ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നതിൻ്റെ തുടർച്ചയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സീനിയർ താരങ്ങളോടും വിദേശ താരങ്ങളോടും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൂടി വരുന്നു. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് സില്ലീസ് എന്ന് പറയുന്ന ഒരു പേജാണ്. അതിലവർ പറയുന്നത് ISL അനിശ്ചിതത്വത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രവർത്തനം നിർത്തിവെച്ചു, താരങ്ങൾ വീടുകളിലേക്ക് മടങ്ങി എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ടാണ്. ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രവർത്തനം താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുകയാണ് എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. താരങ്ങൾ പിന്നെ കൊച്ചിയിൽ അവർ താമസിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. വലിയ എക്സ്പെൻസ് ഇൻകർഡായി എന്ന് കളി വരും എന്നൊരു ഉറപ്പുമില്ലാതെ നിൽക്കുന്നതിനേക്കാൾ താരങ്ങളോട് മടങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ട് വരുമ്പോൾ നമ്മളതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇനി എന്താണ് ആ വെബ്സൈറ്റ് റിപ്പോർട്ട് എന്ന് നോക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അടുത്ത സീസൺ തുടങ്ങുന്നത് സംബന്ധിച്ച് കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ചു. സീനിയർ ടീം അംഗങ്ങളോടും വിദേശ താരങ്ങളോടും വീടുകളിലേക്ക് മടങ്ങാൻ ക്ലബ്ബ് മാനേജ്മെൻറ്റ് നിർദ്ദേശം നൽകി. സൂപ്പർ കപ്പിന് വേണ്ടി മാത്രം താരങ്ങളെ നിലനിർത്തുന്നത് ക്ലബ്ബുകൾക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. ISL എപ്പോൾ ആരംഭിക്കുമെന്നോ നടത്തിപ്പ് സംബന്ധിച്ചോ വ്യക്തതയില്ലാത്തതാണ് ക്ലബ്ബുകളെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. കൊച്ചിയിൽ താരങ്ങളെ താമസിപ്പിച്ച് പരിശീലനം നൽകുന്നത് താൽക്കാലികമായി നിർത്താനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തീരുമാനം എന്നാണിപ്പോൾ ഈ പേജ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പ്രവർത്തനങ്ങൾ റെസ്യൂം ചെയ്യുമെന്ന ചോദ്യമുണ്ട്. അതിനെക്കുറിച്ച് റേവ് സ്പോർട്സിൽ വന്ന റിപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO പറഞ്ഞത് എപ്പോഴാണ് ISL തുടങ്ങുക എന്നതിനെക്കുറിച്ചൊരു ധാരണ വന്നാൽ ഉടൻ ട്രെയിനിങ് പുനരാരംഭിക്കും എന്ന് പറഞ്ഞതായിട്ട് അവിടെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇത്തരമൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.